എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നക്ഷത്ര ജാതകരെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാം. ഈ നക്ഷത്ര ജാതകർ നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ പോകുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത്. അത്രയ്ക്കും മികവുറ്റ തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഈ നക്ഷത്ര ജാതകർക്കും ഇവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്കും ലഭിക്കാൻ പോകുകയാണ്. നമുക്ക് വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. അതിന് മുന്നോടിയായിട്ട് എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും നന്ദി. നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് അത്തം നക്ഷത്ര ജാതകരെ കുറിച്ചാണ്. ഇവർ കടം കൊടുത്ത പണം, അത് വലിയൊരു തുക ഒരു കാലതാമസവും കൂടാതെ തിരികെ കിട്ടുന്നതോടുകൂടി കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ മാറാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഈ നക്ഷത്ര ജാതകർക്കും ഇവരെ ആശ്രയിച്ച് കഴിയുന്ന കുടുംബത്തിലെ മറ്റ് സഹോദരങ്ങൾക്കും യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകില്ല. പോലീസ് കേസുകളിൽ അകപ്പെടാതെ അത്ഭുതകരമായിട്ട് ഇവർ രക്ഷപ്പെടും. പ്രായോഗിക ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനും ഇവർക്ക് സാധിക്കും. ദാമ്പത്യ സൗഖ്യം എന്തെന്നറിയുന്ന ദിവസങ്ങളാണ് ഇനി വരുന്നത്. വിവാഹമോചന കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നവർക്ക് സാഹചര്യം അനുകൂലമാകും. പഴകിയ രോഗങ്ങൾക്ക് സമാധാനം കണ്ടു തുടങ്ങും. അഗ്നി കൊണ്ടുള്ള ജോലികളിൽ പ്രത്യേക ശ്രദ്ധ വേണം. സ്നേഹിതന്മാരുമായും ബന്ധുജനങ്ങളുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കണം. പുതിയ ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഭൂമിയുടെ കച്ചവടങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടക്കും. വലിയ ലാഭം പ്രതീക്ഷിച്ച് കഴിയുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കെമിക്കലുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന വ്യക്തികൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വരുന്നത്. ഇവർ ദോഷശാന്തിക്ക് വിദ്യാർത്ഥികൾ ഗണപതി ഹോമം കഴിക്കുകയും മറ്റുള്ളവർ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന കഴിക്കുകയും ചെയ്ത് പ്രാർത്ഥിക്കുക. ഇനി നോക്കാം ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച്. ഉദരവ്യാധികൾ അത് യുക്തമായ ചികിത്സ വഴി മാറ്റം കണ്ടു തുടങ്ങുന്ന സമയമാണ്. ഓപ്പറേഷൻ വേണ്ടവർ വിദഗ്ധരുടെ ഉപദേശം തേടണം. ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇവർക്ക് സഹോദരങ്ങളുടെ എല്ലാ പിന്തുണയും ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഒരു ലക്ഷ്യം കൂടി ഇവർക്ക് ഉണ്ടാകുകയും ആ ലക്ഷ്യം നിറവേറ്റാനായിട്ട് കഠിന പരിശ്രമം നടത്തുകയും ചെയ്യുന്ന ദിവസങ്ങൾ കൂടി ഇവർക്ക് വരികയാണ്. ഉൾഭയം ഇവരെ വിട്ടൊഴിയും. ധനനേട്ടങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാര്യതടസ്സങ്ങളും മാറിത്തുടങ്ങും. എല്ലാറ്റിനോടും എപ്പോഴും കലഹഭാവം ആയിരുന്നവർക്ക് അതിൽ നിന്നൊരു മാറ്റം കണ്ടു തുടങ്ങും. സുഖസൗകര്യങ്ങൾ ഉണ്ടാകും. അത് അനുഭവിക്കാനും യോഗം ഉണ്ടാകും. ഗൃഹ ഉപകരണങ്ങൾ മാറ്റിവാങ്ങാൻ നല്ല സമയമാണ്. സന്താനങ്ങളുമായിട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് അകന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതായിട്ട് വരും. വ്യവഹാര കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാത്ത വിധത്തിൽ പെരുമാറാൻ ശ്രദ്ധിക്കണം. സംസാരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. മനസ്സിന് അസ്വസ്ഥത കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഷെയർ മാർക്കറ്റിംഗ്, കൂട്ടുകച്ചവടങ്ങൾ ഇവയിൽ ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം. കമിതാക്കളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. അപവാദങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ശ്രദ്ധ വേണം. കമിതാക്കളുടെ ആഗ്രഹങ്ങൾ സഫലമാകും. അപവാദങ്ങളിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ ധന്വന്തരി മന്ത്ര പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.
അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. ഇവർക്ക് ആലോചനയിലുള്ള വിവാഹങ്ങൾ ഉറപ്പിക്കാനും നല്ലൊരു കുടുംബജീവിതം ലഭിക്കാനും സാധ്യതകൾ കൂടുതലാണ്. നിശ്ചയിച്ച വിവാഹങ്ങൾ വരും ദിവസങ്ങളിൽ മംഗളകരമായിട്ട് നടക്കും. ഇതിന് സഹോദരങ്ങളുടെ സഹായം കൂടി ലഭിക്കും. ദാമ്പത്യ ക്ലേശങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പലവിധ ദുഃഖ അനുഭവങ്ങൾക്കും സാധ്യതയുണ്ട്. വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ ലഭ്യമാകും. വ്രണങ്ങൾ, രക്തബന്ധിയായ അസുഖങ്ങൾ, അമിത രക്തസ്രാവം, അൾസർ തുടങ്ങിയവയ്ക്ക് യുക്തമായ ചികിത്സകൾ വേണം. കഫക്കെട്ട് മൂലമുള്ള തലവേദന ശക്തമാകും. ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടയുണ്ട്. കാര്യസാധ്യങ്ങൾ ഉണ്ടാകും. ജീവിത വിജയത്തിനായിട്ട് പല പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ സാധിക്കും. പലവിധ ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകും. വീടുകൾ പുതുക്കിപ്പണിയാൻ നല്ല സമയമാണ്. സന്താനങ്ങൾ ഉണ്ടാകാനുള്ള പ്രാർത്ഥനയും ചികിത്സയും ഫലവത്താകും. ഭാര്യ ഭർതൃഗൃഹത്തിൽ നിന്ന് ധനാഗമം ഉണ്ടാകും. അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. മനസ്സിൽ എപ്പോഴും കലഹവാസന ഉണ്ടായിരിക്കും. തർക്കവിഷയങ്ങളിൽ വിജയം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ വാക്കുതർക്കങ്ങളിൽ പെടാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ദോഷശാന്തിക്ക് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂലം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൊതുവെ ശുഭകരമായ കാലമാണ്. പണം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പൊതുപ്രവർത്തകർ പണത്തെ സംബന്ധിച്ച് അപവാദം കേൾക്കേണ്ടതായിട്ട് വരും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാൻ സാധിക്കും. ഗൃഹനിർമ്മാണത്തിൽ ഏർപ്പെടാൻ നല്ല സമയമാണ്. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ശത്രുക്കളിൽ നിന്ന് ഉള്ള ദുഃഖകരമായ അനുഭവങ്ങൾക്ക് മാറ്റം കണ്ടു തുടങ്ങും. ജീവിതത്തിൽ ഇതുവരെ അനുഭവപ്പെട്ട എല്ലാ കാര്യതടസ്സങ്ങളും ഇവരെ വിട്ടൊഴിയും. ഉദരരോഗം, നേത്രരോഗം, മൂത്രാശയബന്ധിയായ രോഗങ്ങൾ, ഗർഭാശയബന്ധിയായ രോഗങ്ങൾ തുടങ്ങിയവയ്ക്കുള്ള അസുഖങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. സന്താനങ്ങളോടുള്ള കലഹങ്ങൾ ഈ സമയത്ത് കുറവായിരിക്കും. മനസ്സുഖം കൂടുതലായിട്ട് ലഭിക്കും. നാൽക്കാലികളെ വാങ്ങാൻ നല്ല സമയമാണ്. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഉപദ്രവം മൂലം വിഷബാധ ഏൽക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അലസത കുറഞ്ഞു തുടങ്ങും. കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഉള്ളവർക്കും നല്ല കാലമാണ്. നാൽക്കാലികളെ വാങ്ങാൻ സാധിക്കും. വ്യവഹാര കാര്യങ്ങളിൽ അലംഭാവം കാണിക്കാതിരിക്കുക. ധനവിഷയങ്ങളിൽ മധ്യസ്ഥതയോടെ ജാമ്യം നിൽക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. ഇവർ ദോഷശാന്തിക്കായിട്ട് ചെയ്യേണ്ടത് ഭഗവതി ക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി അവിട്ടം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ധനലാഭങ്ങൾ ഈ നക്ഷത്ര ജാതകർക്കും കുടുംബാംഗങ്ങൾക്കും കൂടുതലായിട്ട് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കാണുന്നത്. വീട്ടിൽ സന്തോഷത്തോടും സർവ ഐശ്വര്യത്തോടും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും സാധിക്കും. ചില കാര്യങ്ങളിൽ സഹോദരങ്ങളുടെ പിന്തുണ മനസ്സിന് ധൈര്യം നൽകും. സുഖസൗകര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. ശയനസുഖം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശത്രുക്കളോട് അകന്നു നിൽക്കാൻ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. കുടുംബജനങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. സ്ഥാനചലനങ്ങൾ, കാര്യതടസ്സങ്ങൾ ഇവ മാറിത്തുടങ്ങും. മാതൃപിതൃജനങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സന്താനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. ശരീരത്തിന് ശക്തി കൂടുതലായിട്ട് ലഭിച്ചു തുടങ്ങും. തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ഭൂമി കച്ചവടത്തിനുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. എല്ലാവിധ തടസ്സങ്ങളും തരണം ചെയ്യാനും സാധിക്കും. തർക്ക വിഷയങ്ങളിൽ ഏർപ്പെട്ട് പല പ്രശ്നങ്ങളിലേക്ക് പോകാതെ അത് വേണ്ട രീതിയിൽ ചിന്തിച്ച് പരിഹാരങ്ങൾ കണ്ടെത്താൻ ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് അലസതകൾ കുറഞ്ഞു തുടങ്ങും. പുനർവിവാഹ ആലോചനകൾ
പ്രായം കഴിഞ്ഞുള്ള വിവാഹ ആലോചനകൾ ഇവ സജീവമാകും. കമിതാക്കളുടെ ആഗ്രഹവും സഫലമാകും. ഇവർ ദോഷശാന്തിക്ക് ഗണപതി ഹോമം, വിദ്യാർത്ഥികൾക്ക് ശ്രീവിദ്യാമന്ത്ര പുഷ്പാഞ്ജലി ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.